ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്റ്റഡി. സോ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ പൂരമാണ്. അപ്പോൾ പൂരം വ്ളോഗാണ് ഇന്ന്. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിൽ പോവാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇന്ന് ഏപ്രിൽ 4 ഏപ്രിൽ 4 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ആര്യങ്കാവ് പൂരമാണ്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള പൂരമാണ്, അത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഞാനും അമ്മാമ്മയും കുട്ടികളൊക്കെ കൂടിയിട്ട് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തൊഴാനും പിന്നെ പറ വയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോവുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അമ്പലത്തിലോട്ട്. 96 ദേശങ്ങളുടെ പൂരമാണ്. അതുപോലെ ഇവിടെ ആനപ്പൂരമല്ല, കുതിരയും കാളയൊക്കെ വേഷം കിട്ടിയിട്ടാണ്. ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒറിജിനൽ കുതിരയാണോന്ന്. ഒറിജിനൽ കുതിരയല്ല, നമ്മൾ വേഷമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ വീഡിയോ കൊടുക്കാം. ആൻഡ് കുതിരക്കളി എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരിക്കേണ്ടതാണ്, അത്രയും രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കൊടുക്കാം. പിന്നെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പറയെല്ലാം വെച്ച് തൊഴുത് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്ന് പിന്നെ കുറച്ച് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് അല്ല, കുറച്ച് ചില്ലിയലും ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷെ എനിക്കിത് എന്തായാലും ഇത് വീഡിയോ ആയി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം കിട്ടുന്ന വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയില്ല. കാരണം ഇതൊരു മെമ്മറി ആണല്ലോ. അപ്പം നമുക്ക് നാളെ ഒരു ദിവസം ഇത് കാണണം എന്ന് തോന്നുമ്പോൾ എടുത്ത് കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മാക്സിമം വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ തിരിച്ച് പൂരം കാണാൻ വേണ്ടി പോയി. തലേ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ പൂരത്തിൻ്റെ കുറേ സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ കുതിരേനെ ഓരോ ദേശക്കാരും അമ്പലത്തിലോട്ട് കൊണ്ടുവരുന്നതും കുതിരക്കളിയൊക്കെ തലേന്നുണ്ടാവും. പിന്നെ ഈ 21 ദിവസത്തെ കൂത്താണ്. അപ്പോൾ അതിൽ പാവക്കൂത്തൊക്കെ എന്തായാലും ഉണ്ടാവാറുണ്ട്. പിന്നെയുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആനപ്പൂരം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ആനയെ പേടിച്ചിട്ട് ദേവി മുൻവാതിലടച്ച് പിൻവാതിലോട്ടാണ് ഇരുന്നത്. അങ്ങനെയൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. ഇപ്പോഴും നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഡോറ് ക്ലോസ്ഡ് ആണ്. അങ്ങനെയൊക്കെ ഒരുപാട് ഐതിഹ്യമുണ്ട്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് പിന്നെയുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത്രയും കുതിരകളിൽ ഏക പെൺതരിയാണ് മുണ്ടായ കുടിശി എന്ന് പറയുന്നത്. ആര്യങ്കാവ് അമ്മയുടെ സുഹൃത്ത് എന്ന രീതിയിലാണ് പറയപ്പെടുന്നത്. കമ്പം കത്തിക്കൽ അങ്ങനെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരുപാട് സ്പെഷ്യലാണ്, നല്ല രസമാണ് അത് കാണാൻ വേണ്ടി, അതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ. അപ്പോൾ ഇത് അവരതിന് സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരുന്നു കമ്പം കത്തിക്കൽ. അതിൻ്റെ എല്ലാം വീഡിയോസ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യും. അണ്ടാവ് ചെറിയ നിർത്തി Thank you.
ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. പോരാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.